തങ്ങൾ അകന്ന് ബഹുമാനപ്പെട്ട ബാവൂർ പ്രഖ്യാപിച്ചല്ലോ. നമുക്കൊരുപാട് സാധാത്യങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ നേതാവ് സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളാണ്. അതൊന്ന് തങ്ങൾ അതെന്ന് ചൊന്നത് വാവാ മൈസൂരി. ഗുരുവത്തൂരാണ്. ശൈഖുന നൂരി ഗുരുവത്തൂരി ബന്ധമതിൽ പൊരുൾ പേമാരി. തങ്ങൾ ഇന്നലെ പറയുന്നത്, ഇന്നലെ നമ്മളൊക്കെ ഞാനാണ് ഇവിടെ കുറ്റിയടിച്ചത്. ഇവിടെ എപ്പോഴും ഇപ്പൊ എന്തോ ഒരു വിഷയത്തിൽ ഇപ്പൊ തങ്ങൾ വന്നൊരു ബന്ധമൊന്നും അല്ലല്ലോ, നമുക്കറിയില്ലല്ലോ. ഒരു ബാഹ്യമായിട്ട് തന്നെ ഇതിന്റെ തുടക്കം മുതലേ തങ്ങളെ ദാവ്യന്റെ സ്ഥാപനത്തിനൊക്കെ മുന്നേ ഒക്കെ പെട്ടെന്ന് ധർമ്മത്തിൽ ബഹുമാനപ്പെട്ട ഓറാണ്. നമ്മുടെ പ്രധാനപ്പെട്ട യാത്ര നടന്നപ്പോൾ കണ്ണൂര് ശരി ആ യാത്രന്റെ മാറ്റർ എന്താണോ അതാണ് തങ്ങളെ പ്രശ്നം. എന്തോ ഇതല്ല ഈ ബന്ധങ്ങൾ നമുക്കറിയാത്ത അങ്ങനെ ഉണ്ടാകുന്നു. ശൈഖുന നൂരി ഗുരുവത്തൂരി ബന്ധമതിൽ പൊരുൾ ചില ആളുകൾക്കൊക്കെ ഒരു വിമ്മിഷ്ടം. വെറുതെ പറയാനിട്ടോ, തൊഴിയൂര് വെറുതെ പറയാ. പൊന്നാര മക്കളെ, ദുബൈ എന്ന് പറഞ്ഞാല് ആഖിറത്തിലൊന്നല്ലല്ലോ. നിങ്ങളെ ആൾക്കാരവിടെ അല്ലേ? ഒന്ന് അന്വേഷിച്ച് നോക്കി. ഒരാഴ്ച ആയിട്ട് നിങ്ങളെ ദുബൈയിലെ ആസ്ഥാന മന്ദിരം സഡൻലി ഒരു ലീവ് കൊടുത്തല്ലോ. പെട്ടെന്നൊരു അവിചാരിതമായ ലീവ്. എന്താ അവിചാരിതമായൊരു ലീവ് കൊടുക്കൽ? പെട്ടെന്നൊരു അവധി പ്രഖ്യാപിച്ചു. എന്താ പ്രശ്നം? നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. എന്താ? ഉള്ളിൽ നടക്കണ കളികളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു. പൂട്ടിക്കൊള്ളണം. അപ്പൊ വരെ പുതിയൊരു ഉടായ്പുണ്ടല്ലോ, വിശദീകരണം ഞങ്ങൾ തരാം. അപ്പൊ പറഞ്ഞു വിശദീകരണം എന്നോളം പൂട്ടിയിട്ട് വിശദീകരിച്ചാൽ മതി, തുറന്നിട്ടിട്ട് വിശദീകരിക്കണ്ടാറ്. ഒരു നിലക്കും നടക്കൂല. ഇടപെടേണ്ട ആളുകൾ ഇടപെട്ടു നോക്കി. പിന്നെ ഇവിടെ മനുഷ്യർക്കൊപ്പം അങ്ങനെ നീങ്ങല്ലേ. ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ മുഖമൊക്കെ കണ്ടില്ലേ? ഒരു സുഖല്ലല്ലോ, ഒരു തെളിച്ചല്ലല്ലോ. കാരണം എന്താ? അവിടെ മൂപ്പര നേതൃത്വത്തിൽ പോയിട്ട് വേറൊരാളെ സ്ഥാപനം പൂട്ടിച്ചു പോന്ന ഊക്കിനിങ്ങനെ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായ് മർക്കസിന്റെ മുന്നിലാണ്. മർക്കസിനെ കുറിച്ചൊരു വ്യാജ പ്രചരണം ഇങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രഭാഷണവും ശ്രദ്ധിക്കുകയുണ്ടായി. ഇപ്പോൾ മർക്കസ്, ഇപ്പോൾ സമയം 6:30, 5-ാം തീയതി ജനുവരി 5. ഇതാ മർക്കസിന്റെ ഓഫീസിലേക്കാണ് നമ്മൾ കയറുന്നത്. മർക്കസ് മദ്രസ വിടാൻ സമയമായി. ഉസ്താദുമാർ, ഓഫീസ് സ്റ്റാഫൊക്കെ ഇവിടെ ഉണ്ട്. നിസാമുദ്ദീൻ നൂറാനി ഉസ്താദ്, ഉബൈദ് സഖാഫി ഉസ്താദ്. സ്വലാത്ത് കഴിഞ്ഞു. പിന്നെ കുട്ടികൾ ഉസ്താദുമാര് വരികയാണ്. ഇതാ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു മർക്കസില്. മാഷാ അല്ലാഹ്. ചില കേന്ദ്രങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മർക്കസ് ഊട്ടിയെന്നൊക്കെ മർക്കസിലെ വിദ്യാർത്ഥികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞമ്മ വലിയ പ്രസംഗിച്ചോ? കുഞ്ഞമ്മ വെറുതെ അല്ലാക്കിയാരെ ഗ്രൂപ്പ് നോക്കി കുത്തിറക്കണേ. ഇതിനത്തെ പറഞ്ഞ അപ്പൊ അവിടെ തന്നെ മറുപടി വിചാരിച്ചിട്ട്. ഏതായാലും സുലൈമാണ്ടിന്റെയും കോമാണ്ടിന്റെയും ബീരാണ്ടിന്റെയും നിർദ്ദേശങ്ങളൊക്കെ പാളുകയാണല്ലോ. അപ്പൊ ഇവ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ മദർസ നടന്നുകൊണ്ടിരിക്ക. എന്താ ചെയ്യ? ഇന്നാണ് നിങ്ങളുടെ സ്ഥാപനം, ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്, അവിടെ UAE സമയം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇതല്ല വിറ്റ് ഒരു സ്റ്റേജിൽ പറയാ, ഇത് പൂട്ടിന് മിഞ്ഞാന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ട് ആനാക്കിന് ചാമ്പാക്കിയാണ് പൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. മിഞ്ഞാന്ന് കേട്ടോ, മിഞ്ഞാന്നോ ഉള്ളാളത്ത് നിന്നിട്ട് പ്രസംഗം മംഗലാപുരത്ത് നിന്ന് പ്രസംഗിച്ച പോകാൻ പറയാണ് പൂട്ടാൻ നിൽക്കുകയാണ്, ഞാൻ നോട്ടീസ് കൊടുത്തിട്ട് മറ്റാക്കിന് മറ്റാക്കി. ഇന്നോ പ്രസംഗിച്ച പറഞ്ഞ് പൂട്ടിക്കെടുക്കുകയാണ്, ഒരാഴ്ച ആയി പൂട്ടിക്കെടുക്കാണ്. മിഞ്ഞാന്ന് നോട്ടീസ് കൊടുത്തിട്ടുള്ളേനെ. മംഗലാപുരത്ത് നിന്ന് കുരുവട്ടൂരിൽ പ്രസംഗിക്കുമ്പോൾ നോട്ടീസ് കൊടുത്ത് പൂട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അന്ന് പൂട്ടിയിട്ടില്ല. ഇന്നോ പ്രസംഗിച്ച് ഒരാഴ്ചയായി പൂട്ടിക്കിടക്കണ്. പലരും ഇടപെട്ട് നോക്കി, ഒരു നിലക്കും നടക്കൂല, നിങ്ങൾ എങ്ങനെ ആക്കിയല്ലേ മറ്റേ ആള് ഇത് ഇതൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഒന്നിങ്ങനെ കത്തി കയറിയപ്പോ നമ്മളിത് ഇപ്പം മംഗലാപുരത്ത് നിന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിത് ഇങ്ങനെ സംഗതി എന്താപ്പോ ചേച്ചി നമ്മൾ അന്വേഷിക്കണേ തന്നെ. അന്വേഷിക്കുമ്പോൾ ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ലല്ലോ, ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇന്നിപ്പോ ഇത് പൂട്ടിച്ചെന്ന് കേട്ടപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട്, ഇവിടെ പൂട്ടുകയെ, ഇവിടെ മദ്രസ ഒക്കെ നടക്കണ്. എന്നാ നമ്മൾ പറഞ്ഞു എന്ത് ആ വീഡിയോ ഒന്ന് വിടണമെന്ന് പറയും. അതാ വീഡിയോ വരുന്നത്. അപ്പൊ ഇവ പ്രസംഗിച്ചോണ്ട് നോക്കുമ്പോ എന്താ പറഞ്ഞേ, പൂട്ടിക്കിടക്കുകയാണ്. പിന്നെ ഇപ്പം പറയാണെന്ത്, നമ്മൾ ലൈവ് അങ്ങോട്ട് വിട്ടപ്പോൾ ഇതിന്റെ വീഡിയോ അങ്ങോട്ട് വിട്ടപ്പോൾ ഇപ്പം പറയാണ് പ്രസംഗത്തിന്റെ ഇടയിൽ നീച്ചിന്ന്. അപ്പൊ മറ്റേ ചങ്ങായി പറഞ്ഞു, നൗഷാദ് പറഞ്ഞേ, എടപ്പായ ഇത് ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടെ ഇജ്ജും തോണ പറഞ്ഞു, അത് ഇജ്ജനോട് തീരുമാനാക്കിയാടാന്ന്. ഈ കുഞ്ഞമാരുവിന്റെ മുന്നേ പ്രസംഗിക്കുമ്പോ അവിടെ മദ്രസ നടക്കുന്നുണ്ട്. വീഡിയോ വന്നപ്പോ വരുമ്പോ നൗഷാദ് പ്രസംഗിക്കുക. അപ്പൊ നൗഷാദ് പിന്നെ എങ്ങനെ എന്ത് ചെയ്ത് ബാങ്ക് കൊടുത്തപ്പോഴൊന്നും ഇവനോട് പറഞ്ഞു, എടാ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട്, എടാ കുഞ്ഞായ്മ ഇജ്ജ് നോണ പച്ച നോണ വിളിച്ചറിഞ്ഞു. ആ നോണ ഇജ്ജാ വിളിച്ചു പറഞ്ഞു, അത് ഇജ്ജന്റെ അങ്ങോട്ട് തീരുമാനാക്കിയാണ്, ഇന്നെ കൊണ്ട് അത് പറയാൻ കഴിയൂല, ഏതായാലും വഷളായി, ഇജ്ജ് തന്നെ ആ വഷളത്തരത്ത് കിടന്നുകൊണ്ട് ഉരുണ്ട് പറഞ്ഞാടാ. അപ്പൊ നൗഷാദ് തൽക്കാലം അവിടെ ഇരുന്ന് കുഞ്ഞായ്മ വീണ്ടും നീച്ചാണ് കുഞ്ഞായ്മ പറയാണ്, അത് കയ്യും കാലും പിടിച്ചു. നേരത്തെ പറഞ്ഞതേനി പലരും ബന്ധപ്പെട്ട് നോക്കി, പക്ഷെ നടക്കൂലെന്നേനി. ഇപ്പൊ പറയാണെന്ത്, അത് പറഞ്ഞ് ഞങ്ങൾ കയ്യും കാലും പൊടിച്ചാണ്ട് തൽക്കാലം തുറന്നിടുന്ന്. എടാ കുഞ്ഞായ്മ അവർക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ, ഒരു മെൻസനാ
അറിയാണ്ട് ചോദിക്കുക, ഇതെത്താൻ്റെ കഥ? ഈ നോണ പറയാനായിട്ട് ചിത്രം വലുപ്പണ്ടല്ലോ പോത്തെ. കൊടികൾ പിരിച്ചെടുത്ത് പള്ളി കാണന്ന് പറഞ്ഞ്, കൊടികൾ പിരിച്ചെടുത്ത് പള്ളി കാണന്ന് പറഞ്ഞ്, കോമാട്ടു ചാൽ മൗലവി ആളുകളെ പറ്റിച്ചു. ഉസ്താദേ, കോമാണ്ടി കെട്ടിപ്പൊന്തിച്ചേ ആ ബംഗ്ലാവ് ഉണ്ടല്ലോ, അതിന്റെ പകുതി പൈസ മതി. ആ ദജ്ജാല് നടക്കുന്ന ആ വണ്ടി വാങ്ങിയതിന്റെ പകുതി പൈസ മതി. കണ്ടോന്റെ മുതലാ, ഓനയിച്ചുണ്ടാക്കിയൊന്നല്ല. ഒരു പണിയും എടുക്കാതെ മൊബൈലസി നടക്കുക. കണ്ടോന്റെ പൈസ പറമ്പ് പോരാ ആധാരം എല്ലാം ബാങ്ക് കൊണ്ടുവച്ചിട്ടേ. എന്നിട്ട് ഓന് ഇത് പൂർത്തിയാക്കാനായില്ല. എന്നിട്ട് കുഞ്ഞേമ്മ അലറുക, ഇവിടെ തുറന്ന് പൂട്ടിന്ന് പറഞ്ഞാൽ. നാളെ ആ പിക്കാസും കമ്പിയും പാരയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് നടക്കട്ടെ. അവിടെ ആ മുളച്ചു പൊന്തിയ കാടൊക്കെ ഒന്ന് വെട്ടിയിട്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറയും. ഉസ്താദേ, കോമാണ്ടി കെട്ടിപ്പൊന്തിച്ചേ ആ ബംഗ്ലാവ് ഉണ്ടല്ലോ, അതിന്റെ പകുതി പൈസ മതി. ആ ദജ്ജാല് നടക്കുന്ന ആ വണ്ടി വാങ്ങിയതിന്റെ പകുതി പൈസ മതി. കണ്ടോന്റെ മുതലാ, ഓനയിച്ചുണ്ടാക്കിയൊന്നല്ല. ഒരു പണിയും എടുക്കാതെ മൊബൈലസി നടക്കുക. കണ്ടോന്റെ പൈസ പറമ്പ് പോരാ ആധാരം എല്ലാം ബാങ്ക് കൊണ്ടുവച്ചിട്ടേ. എന്നിട്ട് ഓന് ഇത് പൂർത്തിയാക്കാനായില്ല. എന്നിട്ട് കുഞ്ഞേമ്മ അലറുക, ഇവിടെ തുറന്നേ പൂട്ടിന്ന് പറഞ്ഞാൽ. നാളെ ആ പിക്കാസും കമ്പിയും പാരയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് നടക്കട്ടെ. അവിടെ ആ മുളച്ചു പൊന്തിയ കാടൊക്കെ ഒന്ന് വെട്ടിയിട്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറയും.